ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഇസ്ലാമിക മാർഗത്തിലെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ഉദ്ദേശം മുൻനിർത്തിയാണോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്, നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഫലസ്തീനിലെ പോരാളികൾക്ക് അള്ളാഹു കൂടുതൽ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പോരാട്ടങ്ങൾക്ക് അള്ളാഹു വളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പരിശുദ്ധമായ റമളാൻ മാസത്തെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനുമാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള, അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണ് നമ്മുടെ സദസ്സ്. പരിശുദ്ധ റമളാനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമളാൻ നമുക്ക് പുതിയതല്ല. പരിശുദ്ധ റമളാനെ സ്വീകരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തി അതിനെ യാത്രയച്ചവരാണ് ഞാനും നിങ്ങളും. എന്നു മാത്രമല്ല, പരിശുദ്ധ റമളാനെ കുറിച്ച് എന്തെങ്കിലും പുതിയതായി കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ അല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും മനസ്സിലാക്കുക, അതിൻ്റെ ആശയം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഖുർആനിൻ്റെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരലോകത്തെക്കുറിച്ച്, സ്വർഗനരകങ്ങളെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, നമസ്കാരത്തെക്കുറിച്ച്, സകാത്തിനെ കുറിച്ച് ഒക്കെ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പറഞ്ഞു തന്നെ പല സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശുദ്ധ ഖുർആനിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? ശുദ്ധ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹു പറയുന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടി, ആഴത്തിൽ അതിൻ്റെ ആശയങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്നതാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. നമുക്കറിയാം, ഇരുമ്പ് തുരുമ്പ് പിടിക്കും. ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ആ തുരുമ്പ് ഇല്ലാതാക്കാൻ നമ്മുടെ മുന്നിൽ പല വഴികളുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട് റസൂലിനോട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇരുമ്പിലെ തുരുമ്പ് ഇല്ലാതാക്കാൻ വഴികളുണ്ട്. ഹൃദയത്തിന് പിടിക്കുന്ന തുരുമ്പുണ്ടല്ലോ, ആ ഹൃദയത്തിലെ തുരുമ്പ് ഇല്ലാതാക്കാൻ എന്താണ് വഴി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയുന്നുണ്ട്, ദിക്റിൽ മൗത്തി വ തിലാവത്തിൽ ഖുർആൻ. നിങ്ങൾ മരണത്തെക്കുറിച്ച് ആലോചിക്കൂ. നിങ്ങൾ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കൂ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യൂ. നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച, ഹൃദയത്തെ ബാധിച്ച തുരുമ്പ് ഇല്ലാതാകുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലെ തുരുമ്പ് ഇല്ലാതാക്കുന്ന, ഹൃദയങ്ങളിലെ തുരുമ്പ് കളയുന്ന ഒരു മാസമാണ്. ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ പരിശുദ്ധ റമദാനിലേക്കാണ് നമ്മൾ എത്തുന്നത്. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹം. അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ സകലവിധ സംവിധാനങ്ങളുമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവർക്ക് വീണ്ടും അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്നതാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹുവിൽ നിന്ന് അകലത്തിൽ ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്കെല്ലാം വീണ്ടും അള്ളാഹുവിലേക്ക് എത്താനുള്ള അള്ളാഹുവിൻ്റെ ചേർത്ത് പിടിക്കൽ, അങ്ങനെ വഴിതെറ്റിപ്പോയവരെ കുറിച്ച്, അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്കെല്ലാം അവരെയെല്ലാം അള്ളാഹു തആല അണച്ചു പിടിക്കുന്ന, അവരെയൊക്കെ സ്വാന്തനപ്പെടുത്തുന്ന, അവരുടെയൊക്കെ കാരുണ്യം കാണിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാനിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമുണ്ട്. റമദാനിന് പുണ്യമുണ്ട്, നരകവിമോചനമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പരിശുദ്ധ റമദാനിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അങ്ങനത്തെ ഒരു വികാരമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, പരിശുദ്ധ റമദാൻ മാസമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ കുത്തിയടക്കപ്പെടും, ശൈത്താൻ ബന്ധനസ്ഥനാകും. എന്താണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇതിന്റെ അർത്ഥം റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒരു തിന്മയും ചെയ്യാൻ പറ്റില്ല എന്നല്ലല്ലോ. നേരെ മറിച്ച് പരിശുദ്ധ റമദാൻ മാസമായി കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരു ആത്മീയ നിർവൃതി നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ പള്ളികളിലുണ്ട്, നമ്മുടെ വീടകങ്ങളിലുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മിൽ പോലുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിന്റെ ആ ദിനരാത്രങ്ങൾ വന്നെത്തതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം സുബ്ഹിക്ക് ജമാഅത്തിന് എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ, ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, വലിയ ക്ഷീണമാണ് എന്ന് പറഞ്ഞവർ പോലും പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ അത്താഴം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനുള്ള സമയം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടില്ലേ, ഇനിയും നമ്മൾ എഴുന്നേൽക്കില്ലേ? ആര് പറഞ്ഞു നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന്? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തിനൊന്നും എത്താത്തവർ, അതിലൊന്നും വലിയ ശ്രദ്ധയില്ലാത്തവർ പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ പരമാവധി ജമാഅത്തിന് എത്താൻ വേണ്ടി ശ്രമിക്കും. എത്തിയിട്ട് സാധാരണയായി ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് ചാടി എണീറ്റ് പോകുന്നവർ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് ദുആകളും ദിക്റുകളും ഒക്കെ ഏർപ്പെടും. അതും കഴിഞ്ഞ് സമയമുള്ളവർ ഖുർആനൊക്കെ എടുത്ത് 1-2 പേജൊക്കെ ഓതിയിട്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനത്തെ ഒരു സംസ്കാരം നമ്മൾ പറയാറില്ല. റമദാനായി കഴിഞ്ഞാൽ നോമ്പല്ലേ, റമദാൻ മാസമല്ലേ, റമദാനല്ലേ, നോമ്പല്ലേ, അതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല, തിന്മയൊന്നും വേണ്ടതില്ല എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ റമദാൻ അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ പള്ളികളിൽ ഒരുക്കുന്നു, നമ്മുടെ വീടകങ്ങളിൽ ഒരുക്കുന്നു. നമ്മിൽ പോലും അള്ളാഹുവിൻ്റെ ആ കാരുണ്യം, റമദാനിൻ്റെ ആ അന്തരീക്ഷം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ സമ്മാനമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് നൽകുന്ന സമ്മാനം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ സമ്മാനം. ആ സമ്മാനം ഏറ്റുവാങ്ങാനാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു വലിയ സമ്മാനം, ഒരു ബഹുമതി, ഒരു അവാർഡ് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ വലിയ സദസ്സിൽ, ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ സദസ്സിൽ, മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ സമ്മാനം തരാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങില്ലേ?
നമ്മൾ സ്വയം ഒരുങ്ങും എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബക്കാര്, നമുക്ക് ആവശ്യപ്പെട്ട നമ്മുടെ കുടുംബക്കാരെയൊക്കെ നമ്മൾ അവരോട് പറയും, ഇന്ന ദിവസം ഇന്ന പരിപാടി എന്നെ ആദരിക്കുന്നുണ്ട്, എനിക്ക് അവാർഡുണ്ട്, ഇന്ന മന്ത്രിയാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങളൊക്കെ അവിടെ വരണമെന്ന് നമ്മൾ പറയും. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് നമ്മൾ നേരത്തെ പറയും, എനിക്ക് അവാർഡുണ്ട്, സമ്മാനമുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് നമ്മൾ നേരത്തെ പറയും. എന്തിനു വേണ്ടി? ഈ ഭൗതിക ലോകത്ത് ഒരു അവാർഡ് തരാൻ, ഈ ഭൗതിക ലോകത്ത് തരുന്ന ഒരു സമ്മാനം വാങ്ങാൻ നമ്മളൊക്കെ അങ്ങനെ ഒരുങ്ങുന്നുവെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ സമ്മാനമായ ഈ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമദാൻ മാസം, അതിനെ സ്വീകരിക്കാൻ, ആ സമ്മാനം സ്വീകരിക്കാൻ നമ്മൾ എത്രത്തോളം ഒരുങ്ങണം, നമ്മൾ എത്രത്തോളം ഒരുങ്ങണം. അങ്ങനത്തെ മുന്നൊരുക്കം പരിശുദ്ധ റമദാനിന് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഇസ്ലാമിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സവിശേഷതയാണ്. അമലുകൾ ചെയ്യാൻ ഒരുങ്ങുക, മുന്നൊരുക്കമുണ്ടാവുക എന്ന് പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഉഹദ് യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ സൂറ ആൽ ഇംറാനിൽ അള്ളാഹു നടത്തുന്ന ഒരു പ്രയോഗമുണ്ട്. അല്ലാഹു തആല ഉഹദ് യുദ്ധത്തെ കുറിച്ച് പറയാൻ പോകുന്നത്, ആ ചരിത്രം പറയുന്നത് ഈ ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. വഇദ് ഗദൗത മിൻ അഹ്ലിക തുബവ്വിഉൽ മുഅ്മിനീന മഖാഇദ ലിൽ ഖിതാൽ. അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് വേണ്ടി മഖാഇദ ലിൽ ഖിതാൽ കണ്ടെത്താൻ വേണ്ടി നേരത്തെ ഇറങ്ങിത്തിരിച്ച സന്ദർഭം. എന്താണ് മഖാഇദ ലിൽ ഖിതാൽ എന്ന് പറഞ്ഞാൽ? യുദ്ധത്താവളം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന്റെ വിജയ പരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് യുദ്ധത്താവളം കണ്ടെത്തുക എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മുടെ സൈനികർ അണിനിരക്കേണ്ടത്, തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നേരത്തെ അറിയുക, അത് മുൻകൂട്ടി തീരുമാനിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങലിന്റെ ഭാഗമാണ്, അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പുറപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കർമ്മങ്ങളും അങ്ങനെ മുന്നൊരുക്കത്തോടു കൂടിയായിരുന്നു ചെയ്തത്. നമുക്കറിയാമല്ലോ ഹിജ്റയുടെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസൂത്രണത്തിന്റെ, പ്ലാനിങ്ങിന്റെ, മുന്നൊരുക്കത്തിന്റെ വലിയ ചരിത്രം പടയുന്ന കഥകളാണ് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരേ ദിവസം രാവിലെ എഴുന്നേറ്റ് യാത്ര പോയ യാത്രയല്ല ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ പോകുന്നതിനേക്കാൾ 2-3 വർഷങ്ങൾക്ക് മുന്നേ യസ്രിബുകാരുമായിട്ട് അഖബ ഉടമ്പടി, 1-ാം അഖബ ഉടമ്പടി, 2-ാം അഖബ ഉടമ്പടി, അതിന്റെ വ്യവസ്ഥ പ്രകാരം യസ്രിബുകാരെ, മദീനക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അയച്ച് അള്ളാഹുവിന്റെ റസൂലിനും സഹാബികൾക്കും അവിടെ എത്താൻ കഴിയുന്ന മണ്ണൊരുക്കിയതിന് ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. നേരം വെളുത്തപ്പോ ഒരൊറ്റ പോക്ക് പോയതല്ല ഹിജ്റ. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി, പ്ലാനിങ് നടത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് യാത്രയാകുന്നത്. ആ യാത്രയിൽ മാത്രമല്ല, ആ യാത്രക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ മാത്രമല്ല, ആ യാത്രയിൽ തന്നെ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നു. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് കച്ചവടത്തിനും അല്ലാതെയുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു റൂട്ടുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടിയല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത്. മദീനയിലേക്ക് ഒരു പുതിയ റൂട്ട്, ഒരു പുതിയ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. ആ വഴിയിൽ കൂടി ഹിജ്റ പോകുന്നു. പോകുന്ന വഴിയിൽ പതിയുന്ന കാൽപാദങ്ങൾ മായ്ച്ചു കളയുവാൻ വേണ്ടി, ആടിനെ മേയ്ക്കാൻ വേണ്ടി, ആ വഴിയിൽ കൂടി ആടിനെ മേയ്ക്കാൻ വേണ്ടി ഒരു സഹാബിയെ ചുമതലപ്പെടുത്തുന്നു. സൗർ ഗുഹയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ പ്രവാചകൻ ചുമതലപ്പെടുത്തുന്നു. എങ്ങനെ? സൗർ ഗുഹയിലെത്തിയിട്ട് ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞപ്പോ എത്തിയതല്ലല്ലോ ഭക്ഷണം. എന്നാണ് പോകുന്നത്? എത്ര സമയം കൊണ്ട് അവിടെ എത്തും? എത്ര ദിവസമാണ് അവിടെ ഉണ്ടാവുക? ആ ദിവസത്തേക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് അസ്മാഇന് നേരത്തെ മുൻകൂട്ടി വിവരം കൊടുത്ത്
പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നൊരുക്കത്തോട് കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നത്. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇതുകൂടിയാണ് ഇസ്ലാമിലെ നിയ്യത്ത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിയ്യത്ത് എന്ന് പറയുമ്പോൾ ഒരു അമല് നിർവഹിക്കുന്ന ആ സമയത്ത് നമ്മൾ മനസ്സിൽ പറയുന്ന ഒരു വാക്കിന്റെ പേര് മാത്രമല്ല നിയ്യത്ത്. തീർച്ചയായും ഫിഖഹിൽ അതുതന്നെയാണ് നിയ്യത്ത് എന്നതിൽ നമുക്ക് സംശയമില്ല. പക്ഷേ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? ഉദ്ദേശശുദ്ധി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അമലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത്, അത് മനസ്സിലാക്കി ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അമലുകൾ ചെയ്യുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ സുബഹി ജമാഅത്തിന്റെ സുബഹി നമസ്കാരത്തിന്റെ നിയ്യത്ത് അപ്പോൾ നമ്മൾ പറയുന്ന നിയ്യത്ത് മാത്രമല്ല. ആ നിയ്യത്ത് എപ്പോൾ തുടങ്ങും? ആ നിയ്യത്ത് തലേ ദിവസം നമ്മൾ ഉറങ്ങുമ്പോൾ തുടങ്ങും. കാരണം പള്ളിയിൽ 5:40, 5:45, 5:50 ജമാഅത്ത്. ആ ജമാഅത്തിന് എത്തിച്ചേരുന്നുണ്ട് എങ്കിൽ ഇന്ന സമയത്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരണം. ഇന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്നുണ്ട് എങ്കിൽ രാത്രി ഇന്ന സമയത്ത് കിടക്കണം. ഇന്ന സമയത്ത് കിടന്നാലേ ഈ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയൂ. ഈ സമയത്ത് എഴുന്നേൽക്കാൻ കഴിഞ്ഞാലേ ഈ സമയത്ത് എനിക്ക് സുബഹി ജമാഅത്തിൽ എത്താൻ കഴിയൂ. അപ്പൊ സുബഹിയുടെ നിയ്യത്ത് തലേന്ന് തുടങ്ങണം. ഇതാണ് ഇസ്ലാമിന്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത്. എല്ലാ അമലുകൾക്കും അങ്ങനെ ഒരു മുന്നൊരുക്കം വേണം, ഒരു പ്ലാനിങ് വേണം. അങ്ങനെയാണല്ലോ നമ്മളെ കൂട്ടത്തിൽ കൊമേഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും. അവർ പഠിക്കുന്നുണ്ട് ഒരു മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്. ഒരു ബിസിനസ് മാനേജ്മെന്റ്, ഒരു ഗ്രൂപ്പ്, ഏതോ ഒരു ടീം അവർ ആരംഭിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊജക്ട്, ഒരു ബിസിനസ്, ഒരു ഫേം, അതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? പ്ലാനിംഗ് ആണ്, ആസൂത്രണമാണ്. ഈ ആസൂത്രണമില്ലാതെ, ഈ മുന്നൊരുക്കമില്ലാതെ നമുക്ക് അമലുകൾ നേരം പോലെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശാലമായ ഒരു അർത്ഥം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ, അള്ളാഹുവിൻ്റെ സമ്മാനമായ ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു വലിയ ഗ്രൗണ്ട് കാണുന്നുണ്ട്, ഒരു വലിയ മൈതാനം. സഹാബികളോട് ചോദിച്ചു, റസൂൽ, നിങ്ങൾ ഈ മൈതാനത്ത്, ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കാണുന്നുണ്ടോ? സഹാബികൾ ഇതിന് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലല്ലോ റസൂലേ. റസൂൽ അവരോട് സൂക്ഷ്മമായിട്ട് നോക്കാൻ ആവശ്യപ്പെട്ടു. അവർ സൂക്ഷ്മമായിട്ട് നോക്കി. അങ്ങനെ ഓരോരുത്തർ ഗ്രൗണ്ടിന്റെ, ആ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ വേസ്റ്റുകൾ ഇങ്ങനെ എടുത്തു വരാൻ തുടങ്ങി. ചെറിയ ചെറിയ എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വരാൻ തുടങ്ങി. അവസാനത്തെ ഒടുവിലത്തെ സ്വഹാബിയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് റസൂലിന്റെ മുന്നിൽ കൂട്ടിയിട്ടപ്പോൾ അതൊരു വലിയ കൂമ്പാരമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണൂല. നമ്മുടെ ജീവിതം വളരെ നല്ല ജീവിതമായിരിക്കും. പക്ഷെ സൂക്ഷ്മമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഒറ്റക്കിരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, അങ്ങനെ ആലോചിക്കണം നമ്മൾ. പരിശുദ്ധ റമദാനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒറ്റക്കിരുന്ന് ഒരു സമയത്ത്, ഇനിയുമുണ്ടല്ലോ 7-8 ദിവസങ്ങൾ, അതിലേതെങ്കിലും ഒരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ? അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനാണ്. നമ്മുടെ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഈമാനിൽ ഞാൻ എവിടെയാണ്? നമ്മൾ ഈമാൻ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് അർത്ഥം പറയാറുള്ളത് മലയാളത്തിൽ വിശ്വാസം എന്നാണ്. തീർച്ചയായും വിശ്വാസം എന്ന അർത്ഥം ഈമാനിനുണ്ട്. പക്ഷെ വിശ്വാസം എന്ന ഒറ്റ അർത്ഥത്തിൽ നമുക്ക് ഈമാനിനെ മനസ്സിലാക്കാൻ കഴിയുമോ? ഈമാൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം നിർഭയം എന്നാണ്. അമ്നി എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത അവസ്ഥ എന്നാണ്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത അവസ്ഥ. നമുക്കറിയാം, ലോകത്ത് ഇന്ന്
മനുഷ്യന്മാർ പേടിക്കുന്ന കാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഭയത്തിന്റെ കാലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ പറയും ക്യാൻസർ ആണ്, ഹാർട്ട് പേഷ്യൻസ് ആണ്, കിഡ്നി പേഷ്യൻസ് ആണ് നമ്മൾ പറയും. പക്ഷേ UNOവിന്റെ അണ്ടറിലുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നു, ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്ന അസുഖം ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന, മലയാളത്തിൽ നമ്മൾ വിഷാദ രോഗം എന്ന് വിളിക്കുന്ന അസുഖമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുഖം വിഷാദ രോഗം. WHO സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും. അവർ പറയുകയാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിഷാദ രോഗം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു, മനുഷ്യന്മാർ എന്തെന്നില്ലാത്ത ഒരു ആദിയുടെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ടെൻഷന്റെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ബേജാറിന്റെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ഈമാൻ നമ്മോട് പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല, അല്ലാഹുവിനെയല്ലാതെ അല്ലാഹുവിനെ മാത്രം പേടിച്ചാൽ ഈ ദുനിയാവിലെ ഒന്നിനെയും പേടിക്കാതെ നിങ്ങൾക്ക് നിർഭയാവസ്ഥയോടുകൂടി ഈമാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത ടെൻഷനില്ലാത്ത ജീവിതമാണ്. ടെൻഷൻലെസ് ലൈഫ്, ടെൻഷൻ ഫ്രീ ലൈഫ്. ഈമാൻ ഉണ്ടോ ആ മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ അടിയാറുകളെ കുറിച്ച് പറയുന്ന ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്. ചെറിയ മക്കളുടെ മരണം നമുക്കറിയാമല്ലോ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, അതും ചെറിയ മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എന്തെന്നില്ലാത്തൊരു വേദനയാണ്, എന്തെന്നില്ലാത്ത ഒരു ശൂന്യതയാണ് നമുക്കുണ്ടാക്കി തീർക്കുക. അങ്ങനത്തെ ചെറിയ മക്കളുടെ റൂഹെടുത്ത് മലക്കുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ മലക്കുകളോട് അള്ളാഹു ചോദിക്കുമെന്നാണ്, എൻ്റെ ഇന്ന അടിമയുടെ ആ ചെറിയ കുട്ടി, ആ പിഞ്ചോമനയുടെ റൂഹ് നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ മറുപടി പറയും, അള്ളാഹുവെ ഞങ്ങൾ എടുത്തു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട് ആ മലക്കുകളോട്, അവരുടെ ആ പിഞ്ചോമനയുടെ റൂഹ് എടുത്തപ്പോൾ അവൻ്റെ മാതാപിതാക്കളുടെ ഒരു ഫീൽ എന്തായിരുന്നു? അപ്പോൾ ആ മലക്കുകൾ പറയുന്നുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്. അവർ മനസ്സമാധാനത്തോടുകൂടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉരവിട്ടു, അല്ലാഹുവേ അല്ലാഹുവിനെ സ്തുതിച്ചു. ഇത് എന്തൊരു ഈമാനാണ്, ഇതൊന്തൊരു ഈമാനാണ്. മകൻ മരിച്ചു കിടക്കെ, ഭർത്താവ് മരിച്ചു കിടക്കെ, ഭാര്യ മരിച്ചു കിടക്കെ, മാതാപിതാക്കൾ മരിച്ചു കിടക്കെ നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ ഞങ്ങൾക്കൊരു പേടിയുമില്ല, ഞങ്ങൾക്കൊരു പരിഭവവുമില്ല അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്നിൽ നിന്നാണ്, ഞങ്ങളുടെ മടക്കവും നിന്നിലേക്കാണ്. ഈ മരിച്ചുപോയ ആൾ കുറച്ചു നേരത്തെ പോയി, ഞങ്ങളും അങ്ങോട്ടുള്ളതാണ്, ഞങ്ങളും അങ്ങോട്ടുള്ളതാണ്. ഇതെന്തൊരു ഈമാനാണ്, ഇതെന്തൊരു ജീവിതമാണ്, ഇതെന്തൊരു മരണമാണ്. ബേജാറില്ലാത്ത ജീവിതം, ടെൻഷനില്ലാത്ത ജീവിതം. ഈമാൻ നമുക്ക് നൽകുന്നത് ഈ ടെൻഷനില്ലാത്ത ജീവിതമാണ്, ഭയമില്ലാത്ത നിർഭയത്വത്തിൻ്റെ ജീവിതമാണ്. ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്, ചെറുകഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കഥയാണ് ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും അത് വായിച്ചിട്ടുണ്ടാകും. ദ ലാസ്റ്റ് ലീഫ്. ന്യൂമോണിയ ബാധിച്ച ഒരു പെൺകുട്ടി രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മാതാപിതാക്കൾ, ഡോക്ടർ പറഞ്ഞു അധിക നാൾ ജീവിച്ചിരിക്കില്ല, 4-5 ദിവസങ്ങൾ മാത്രം ഏറിപ്പോയാൽ. മാതാപിതാക്കളോട് ഡോക്ടർ ഈ പറയുന്ന വർത്തമാനം ഈ ചെറിയ പെൺകുട്ടി കേൾക്കുകയാണ്.
ആ പെൺകുട്ടി മനസ്സിലുറപ്പിച്ചു, 4-5 ദിവസം മാത്രമാണ് എൻ്റെ ജീവിതമുണ്ടാവുക. അങ്ങനെ ഹോസ്പിറ്റലിൽ ആ പെൺകുട്ടി കിടക്കുന്ന ബെഡിൽ നിന്ന് ആ ജനലിൽ കൂടി നോക്കുമ്പോൾ പുറത്ത് ഒരു ഒലീവ് മരമുണ്ട്. ആ ഒലീവ് മരത്തിൽ 4-5 ഇലകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇലകൾ പൊഴിക്കുന്ന സമയമാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അതിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു പോയിരിക്കുന്നു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ഒരു ഇല കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു. 3 ഇലകൾ മാത്രമാണ് ആ മരത്തിലുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി വിചാരിക്കുകയാണ്, ഈ ഇലകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ്റെ ആയുസ്സിൻ്റെ എണ്ണമാണ്. ഓരോ ദിവസവും ഓരോ ഇലകൾ പൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കരിഞ്ഞു പോകുന്ന ഓരോ ദിവസമാണ്. പിറ്റേത് നേരം വെളുക്കുന്നു, ഒരു ഇല കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു, 2 ഇല മാത്രം ബാക്കിയാകുന്നു. പിറ്റേത് നേരം വെളുക്കുമ്പോൾ ആ ഒരു ഇല കൂടി കൊഴിഞ്ഞു പോയിരിക്കുന്നു, ഒരൊറ്റ ഇല മാത്രം ബാക്കിയുണ്ട്. ആ രാത്രി ആ പെൺകുട്ടി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. വല്ലാത്ത നമ്മളെ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്ന ഒരു ചെറുകഥയാണ്. വല്ലാത്ത ഒരു വൈകാരികമായ അവസ്ഥയിൽ ആ പെൺകുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന ആ മരണത്തെ സ്വപ്നം കൊണ്ട് കിടന്നുറങ്ങുന്നു. പക്ഷേ പിറ്റേ നേരം വെളുക്കുന്നു, ആ ഇല കൊഴിഞ്ഞു പോയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 എന്ന് പറയുമ്പോൾ സ്വഹാബിമാർ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് റസൂലെ ആ 3 കൂട്ടുകാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നു, ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി ആ ഒരൊറ്റ നിമിഷം അവനെ ഉപേക്ഷിച്ചു പോകുന്നത്, അവനെ പിരിഞ്ഞു പോകുന്നത് അവൻ്റെ സമ്പത്താണ്, അവൻ്റെ കയ്യിലെ, അവൻ്റെ പോക്കറ്റിലെ ക്യാഷാണ്, അവൻ്റെ ബാങ്ക് ബാലൻസാണ്, അവൻ്റെ തോട്ടങ്ങളും ആധാരങ്ങളുമാണ്, അവൻ്റെ ഇൻവെസ്റ്റ്മെന്റുകളും ഷെയറുകളുമാണ്, അവൻ്റെ ആഭരണങ്ങളാണ്. എന്ത് പ്രയോജനം? മരിക്കപ്പെടുന്ന ആ റൂഹ് പിരിയുന്ന 1-ാമത്തെ നിമിഷത്തിൽ ആ കൂട്ടുകാരൻ നമ്മളെ വിട്ടു പിരിയുന്നു. 2-ാമത്തെ കൂട്ടുകാരൻ ആരാ? അതവൻ്റെ മാതാപിതാക്കളാണ്, അവൻ്റെ കുടുംബക്കാരാണ്, അവൻ്റെ ബന്ധുക്കാരാണ്, അവൻ്റെ ഭാര്യയാണ്, അവൻ്റെ ഭർത്താവാണ്, അവൻ്റെ മക്കളാണ്. എന്തിൻ്റെ കാര്യം? ഖബറിലെ കുഴി വരെ വരാം. അതിനുശേഷം ഇന്നലെ വരെ എന്നോടൊപ്പം കിടന്ന എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ വീട്ടിൽ ഞാൻ സംരക്ഷിച്ച എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ മക്കളാണ്. എന്തായിട്ടെന്ത് കാര്യം? ഖബറിൻ്റെ അവിടം വരെ വരാം. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 2-ാമത് അവൻ്റെ ഖബറിൽ നിന്ന് അവനെ പിരിയുന്ന കൂട്ടുകാരൻ അവൻ്റെ ഈ കുടുംബക്കാരൊക്കെയാണ്. 3-ാമത്തെ കൂട്ടുകാരൻ ഖബറിലും നാളെ മഹ്ശറയിലും അവനോടൊപ്പം ഉണ്ടാകുന്ന 3-ാമത്തെ കൂട്ടുകാരൻ അവൻ്റെ അമലുകൾ മാത്രമാണ്, അവൻ്റെ കർമ്മങ്ങൾ മാത്രമാണ്. ആ അമലുകൾ നാളെ നന്മയുടെ തട്ടിന് കനം തൂക്കുന്നുവോ അവൻ സ്വർഗത്തിലാണ്. ആ അമലുകൾ, ആ കർമ്മങ്ങൾ നാളെ തിന്മയുടെ തട്ടിന് കനം തൂക്കുന്നുവോ അവൻ നരകത്തിലാണ് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ലളിതമായ പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്മയുടെ തുലാസിന് കനം തൂക്കാൻ കഴിയുന്ന രാത്രികളാണ്, രാവുകളാണ്, പകലുകളിലേക്കാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ആ പരിശുദ്ധ റമളാൻ കൊണ്ട് സ്വർഗപ്രവേശനം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് തന്നെ നരകം ചോദിച്ചു വാങ്ങുന്ന ആളുകളെ കുറിച്ചും അത്തരം ഹതഭാഗ്യവാന്മാരെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഹതഭാഗ്യവാന്മാരിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമളാനിനെ സ്വീകരിച്ച് ആ പരിശുദ്ധ റമളാൻ കൊണ്ട് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നേതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഫലസ്തീനിലെ ജനതയ്ക്ക്,
ഫലസ്തീനിലെ പോരാളികൾക്ക് അല്ലാഹു കൂടുതൽ കൂടുതൽ വിജയം നേടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പോരാട്ടങ്ങൾക്ക് അല്ലാഹു ശക്തി പകരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم ارحمنا يا ارحم الراحمين. اللهم انا نسالك ايمانا كاملا وعلما نافعا وعملا متقبلا ورزقا حلالا طيبا وخلقا حسنا ولسانا ذاكرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.